ഞാൻ VVS കള്ളലേസിലാണ് വീണ്ടും. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു തിരുനക്കര ഒരു ക്ഷേത്രമജാനിയിലെ സ്റ്റാളിൽ നിന്ന്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഓണത്തോടനുബന്ധിച്ച് നമ്മുടെ കട്ടപ്പനയിലെ കുടുംബശ്രീയുടെ ജില്ലാതല വിപണന കേന്ദ്രം പറഞ്ഞുകൊണ്ട് ഡീറ്റെയിൽസ് ചേച്ചി പറയും. 11 മുതൽ 14 വരെ ജില്ലാതല വിപണന മേള കട്ടപ്പന, അതായത് ഇടുക്കി ജില്ലയുടെ വിപണന മേള കട്ടപ്പനയിൽ വെച്ചാണ്, ഗാന്ധി സ്ക്വയറിൽ വെച്ച്. അവിടെ VVS കട്ട്ലറീസിന്റെ സാന്നിധ്യവും ഉണ്ടായിരിക്കും. VVS കട്ട്ലറീസ് നിങ്ങളോടൊപ്പം അവിടെ ഉണ്ടായിരിക്കും. പിന്നെ ഈ കാണുന്ന എല്ലാ ആളുകളും ഉണ്ടാവും. നമ്മൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്നില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീഡിയോ ഇട്ടായിരുന്നു നമ്മൾ തിരുനക്കര അമ്പലത്തിൽ അവിടെ സ്റ്റാൾ ഇടുന്നതാണ് ക്ഷേത്രമജാനിയുടെ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം പരിചയപ്പെടുത്തുന്നില്ല. എന്നാൽ ജസ്റ്റ് നിങ്ങളത് കാണിച്ചു തരാമോ അവിടെ വരുന്ന ആയുധങ്ങളും കാര്യങ്ങളൊക്കെ. നമ്മൾ നമ്പർ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ കട്ടപ്പന 14 രൂപ ഉണ്ടാവും. അപ്പോൾ അവിടെ വന്ന് നിങ്ങൾക്ക് മേടിക്കാം. ഓക്കെ. വില കുറഞ്ഞ വാളിന്റെ കത്തികൾ മുതൽ ഇത് കണ്ടല്ലോ, വ്യത്യസ്ത തരത്തിലുള്ള വിവിധ വാള്, ഇതുള്ള നല്ല ക്വാളിറ്റി ഉള്ള വാളിന്റെ ഐറ്റം, വാളിൻ്റെത് മുതൽ ഇങ്ങനെ എല്ലാ വിധത്തിലുള്ള ആയുധങ്ങളും, വാക്കത്തി മുതൽ മുരുകൂത്തി, കത്തി, ഇതുണ്ടോ, ഇതൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള കത്തികളാണ്. ഇത് നിങ്ങൾ ആമസോണിലൊക്കെ കണ്ടുണ്ടാവും. സ്പെഷ്യലായിട്ട് ചെയ്തിരിക്കുന്ന കത്തികളാണ്, VVSന്റെ കത്തിയാണ്. അതുപോലെ പുതിയ പ്രോഡക്റ്റ് ആണോ? വ്യത്യസ്ത മോഡല്, പുതിയ മോഡല് കത്തിയാണ്. പുതിയ പ്രോഡക്റ്റ് ആണ് നമ്മുടെ. രണ്ടതിന്റെ വെച്ചിട്ട് വ്യത്യസ്ത മോഡലാണ്. പിന്നെ ഈ കാണുന്ന ഇനിയും കുറെ മോഡൽ വരാനുണ്ട്. ഈ മേളിൽ തൂക്കി കിടക്കുന്ന ഉണ്ണിയപ്പ ചട്ടികളോട്ട് ഇതെല്ലാം ഉണ്ടാവും. ഈ ഐറ്റങ്ങളെല്ലാം ഉണ്ടായിരിക്കും. എല്ലാം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതുണ്ടോ, കുറെ വാക്കത്തി ഐറ്റംസ്. ഇതെല്ലാം നമ്മൾ ഓണത്തോടനുബന്ധിച്ച് കുറച്ച് കൂടുതലുണ്ടല്ലോ. സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ വാക്കത്തികളൊക്കെ കൂടുതലുണ്ട്. അതുപോലെ തന്നെ കത്തികള്, കരുക്കത്തികൾ, ഇത് കോട്ടയം അരുവാള്, ഇതൊക്കെ അവിടേക്ക് ഉണ്ടായിരിക്കും. ഇതെല്ലാം അങ്ങനെ നമ്മൾ ഇതെല്ലാം അങ്ങനെ തന്നെ ഇതുണ്ട്. എല്ലാ ഐറ്റങ്ങളും, വെട്ടരുവാള്, അരുവാള്, കരുക്കത്തി, കത്തി, വാക്കത്തി, ഇരിക്കുന്ന ഐറ്റംസ് ഇവിടെ ഇഷ്ടംപോലെ ഇരിക്കുന്നു കേട്ടോ. ഇത് നമ്മൾ ഓരോന്നോരോന്ന് പരിചയപ്പെടുത്തി ആർന്നു. വിവിധ തരത്തിലുള്ള എല്ലാവരും ഉണ്ടാവും. വാക്കത്തി ആണെങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് പല വലിപ്പത്തിലുള്ളത്. ഏറ്റവും ചെറുത് മുതൽ പല പല വലിപ്പത്തിലുള്ള വാക്കത്തികളുണ്ട്. പല മോഡലുകളിലുള്ളതുണ്ട്. ഇതെല്ലാം അതുപോലെ തന്നെ ഇതുണ്ട്. ചുണ്ട് വ്യത്യസ്ത മോഡലുകൾ. ഇതിൻ്റെ 2 ഡിസൈൻ വാക്കത്തിയാണ്. ഇതിനുള്ള പല മോഡലുകളിലുള്ള വാക്കത്തികൾ. പിന്നെ ഈ അടി കാണുന്ന ചട്ടികളൊക്കെ കാണൂലേ? ഈ ചട്ടികളെല്ലാം ഉണ്ടായി. ഇതൊക്കെ കണ്ടോ, ഫയർ ഹാൻഡിലാണ്. നല്ല കനമുള്ള വാക്കത്തിയാണ്. നല്ല ബലമൊക്കെ ഉള്ളതാണ്. നമ്മുടെ കൈവത്തിലേക്ക് ആവശ്യമെന്ന് പറയുമ്പോൾ ഉരുത്ത വണ്ണം കൂടിയ വലിയ മരങ്ങളൊക്കെ വെട്ടാൻ പറ്റുന്ന രീതിയിലുള്ള വാക്കത്തിയാണ്. അതുപോലെ തന്നെ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, താഴമ്പോൾ വയനാടൻ കാട്ടിക്കത്തികൾ. അതുപോലെ കോട്ടയം സ്പെഷ്യൽ വാക്കത്തിയുടെ മോഡലിംഗ് പറഞ്ഞ പോലെ നല്ല വലിപ്പം കൂടിയ മരങ്ങളൊക്കെ വെട്ടാൻ പറ്റുന്നതാണ്. ഈ മോഡലിങ്ങനെ ചെലവൊക്കെ ഉണ്ടാവില്ലേ? ആ ചെലവ് ഐറ്റംസ്. ഈ ചെലവ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എങ്കിലും ഞാൻ ഒരിക്കൽ കുറിച്ച് പറയാം. ഇതുണ്ട്, വളരെ യൂസ്ഫുള്ളാണ്. കാരണം ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്ത് വെക്കേണ്ട, ഇങ്ങനെ വെച്ചിട്ട് ചിരണ്ടാവുന്ന ചിലവയാണ്. ബേസിലാണെങ്കിലും ഇതിൽ ഉറച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് വളരെ നല്ല വീട്ടമ്മമാർക്ക് ഏറ്റവും ഉപയോഗപ്രദമായത്. അതുപോലെ തന്നെ ഇത് മനസ്സിലായല്ലോ, ഇത് ടയറിന്റെ ഹാൻഡിലാണെന്നുണ്ടെങ്കിൽ ഇത് മരത്തിന്റെ ഹാൻഡിലാണ്. പക്ഷെ യാതൊരു വിധത്തിലും പൊട്ടിപ്പോവില്ല, ഉറപ്പാണ്. കാരണം അത്ര ക്വാളിറ്റി ഉള്ള ഐറ്റമാണ് ഇതിന്റെ പിടിയിട്ടിരിക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ ഇതിനേക്കാൾ ഇത്തിരി വലിപ്പം കുറഞ്ഞതാട്ടോ ഇത്. അങ്ങനെയുള്ള ചെറുതും വലുതുമായുള്ള വാക്കത്തികള്, കത്തികള്, കരുക്കത്തികള്, ഇത് വീശരുവാള്, അതായത് നമ്മുടെ കള വീശാനുള്ള വീശരുവാള്, അങ്ങനെ ഉള്ള എല്ലാവിധ ഐറ്റംസും ഉണ്ട്. വാക്കത്തിയുടെ താഴെ ഇരിക്കുന്ന കരുക്കത്തികള്, താഴെ ഇരിക്കുന്ന കത്തികള്, ഇതെല്ലാം നമുക്ക് അങ്ങോട്ടുള്ളതാണ്. അങ്ങോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്നതാണ് കടുക് താളി, അതുപോലെ അപ്പച്ചട്ടി. പിന്നെ അതിൻ്റെ തന്നെ വ്യത്യസ്ത മോഡൽ, അപ്പച്ചട്ടിയുടെ തന്നെ പല മോഡലുകളുണ്ടോ നമുക്ക്. ഇതിൻ്റെയൊക്കെ വലുത് ചെറുത്, അതുപോലെ അപ്പച്ചട്ടിയുടെ വലുത് ചെറുത്. പിന്നെ ഇതുണ്ട് അപ്പച്ചട്ടിയുടെ തന്നെ പല മോഡല്. ഇത് വേറൊരു മോഡലാണ്, ഇത് വേറൊരു മോഡലാണ്. ഇത് അതിന് വലിപ്പം കൂടിയതാണ്. ഇതാണെങ്കിൽ സ്ക്വയർ മോഡലാണ്. ഇങ്ങനെ സ്ക്വയർ മോഡലാണ്. അങ്ങനെ ഓരോ അതുപോലെ തന്നെ ഇത് പാലപ്പച്ചട്ടിയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം ഇരുമ്പാണ്. അതാണ് മെയിൻ. കാരണം ഇരുമ്പ് നമുക്ക് വിറകടുപ്പിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പിൽ യൂസ് ചെയ്യാൻ പറ്റില്ലേ? ഗ്യാസ് അടുപ്പില്, വിറകടുപ്പില് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് ചില ഐറ്റംസ് ഒക്കെ
ഇരുമ്പുകളെല്ലാം ഒന്നും ഇൻഡക്ഷൻ കുക്കറിനകത്ത് പിടിക്കില്ല. പക്ഷേ ഇത് ഇൻഡക്ഷൻ കുക്കറിനകത്ത് ചെയ്യാവുന്ന കപ്പച്ചട്ടിയാണ്. എല്ലാം അല്ല, ചില ഐറ്റമാണ് ഇതൊക്കെ ഇൻഡക്ഷൻ കുക്കറിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇപ്പം ഈ ഐറ്റംസ് എല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് കേട്ടോ. പലതവണ നമ്മൾ വീഡിയോസിലുള്ളതാണ്. ഇപ്പം ഈ പറഞ്ഞ എല്ലാ ഐറ്റവും ആദ്യം ഞാൻ പരിചയപ്പെടുത്തിയ ഐറ്റംസ് തന്നെയാണ്. എനിക്കിപ്പോൾ ഒന്നും കൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്നൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇതുണ്ട് അരിവാളിൻ്റെ ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം വർക്കുകളാണ് കേട്ടോ. വ്യത്യസ്ത രീതിയിലുള്ള കത്തികളാണ്. ഇതെല്ലാം കത്തി, മീൻ കത്തി, ഇത് പഴം കത്തി, ഇത് ചക്ക വെട്ടുന്ന തരം കത്തി, ഇതിൻ്റെ തന്നെ പല വലിപ്പമുള്ളതുണ്ട്. ഇത് വേഷക്കത്തി, അതായത് ഇതിന് ടേബിൾ കട്ടിങ്ങിനുള്ള കത്തി, അങ്ങനെ 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 പല പല തരത്തിലുള്ള കത്തികളുണ്ട്. വിവിധ തരത്തിലുള്ള കത്തികൾ. ഇത് നിങ്ങൾക്കറിയാലോ, ഇത് കട്ടി കൂടി എല്ലൊക്കെ വെട്ടാനുള്ളതാണേ. ഇതുണ്ട്, ഇതിൻ്റെ തന്നെ പല മോഡലുകളുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതിൻ്റെ വേറൊരു മോഡലാണ്. അതിന് പരപ്പിടിയിട്ട് കനം കുറഞ്ഞത് നമ്മുടെ വീടുകളിലേക്കൊക്കെ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ കടകളിലേക്കാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അപ്പൊ നമ്മുടെ ഈ സ്റ്റാൾ വരുന്നത് അടിമാലിക്കടുത്ത് അമ്പലപ്പടിയിലാണ് കേട്ടോ. അപ്പൊ ഈ സ്റ്റാളിലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാവും. മറക്കണ്ട, കട്ടപ്പനയില് ഗാന്ധി സ്ക്വയറിലാണ് 11-ാം തീയതി മുതൽ 14-ാം തീയതി വരെ ഓണത്തോടനുബന്ധിച്ച് ഇടുക്കി ജില്ലാ മിഷന്റെ ഒരു സ്റ്റാള്. ഇത് മാത്രമല്ല, നമ്മുടേത് മാത്രമല്ല കേട്ടോ, എല്ലാ വിധത്തിലുള്ള കുടുംബശ്രീ ഐറ്റങ്ങളും അവിടെ ഉണ്ടായിരിക്കും. അതിനോടനുബന്ധിച്ച് നമ്മളും ഉണ്ടായിരിക്കും. എല്ലാവരും വരണം. അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ. അപ്പൊ ബാക്കി അവിടെ കാണാം. അപ്പൊ ബൈ.